ബന്ധനം മുറിക്കുക, ആസക്തികളിൽ നിന്ന് മോചനം നേടുക എന്നുള്ളതാണ്. നമുക്ക് വളരെ പരിചിതമായ വാക്കുകളാണ് ബന്ധനവും ആസക്തികളും എന്നുള്ളത്. അപ്പം ബന്ധനം എന്നുള്ളത് നമ്മുടെ ശരീരത്തിനെ ആകാം, നമുക്ക് അനങ്ങാൻ കഴിയാതെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ പിടിച്ചടക്കി വച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നാം ബന്ധനം എന്ന് മനസ്സിലാക്കുന്നത്, അല്ലെ? നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുവാൻ കഴിയാതെ നമ്മെ ആരോ ബന്ധിപ്പിച്ചു വെച്ചിരിക്കുന്നു, നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ബന്ധനം എന്ന് മനസ്സിലാക്കുക. അതേസമയം ആസക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ആസക്തി നമ്മൾ അങ്ങനെ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വാക്കല്ല. ആസക്തിയെ നമുക്ക് ഇഹപരമായ എന്തെങ്കിലും വസ്തുക്കളോടോ കാര്യങ്ങളോടോ നമുക്കുള്ള അതിയായ താല്പര്യത്തെയോ ആഗ്രഹത്തെയോ പരിധിയിൽ കൂടുതൽ ഉള്ളതായ ഒരു സ്നേഹത്തെയോ ഒരു അത്യാഗ്രഹത്തെയോ നമുക്ക് ആസക്തി എന്ന വാക്ക് ഉപയോഗിച്ച് വിശേഷിപ്പിക്കാം. അപ്പോൾ ബന്ധനം എന്ന് പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണെങ്കിൽ, സ്വാതന്ത്ര്യം ലഭിക്കാത്ത ഒരവസ്ഥയാണെങ്കിൽ, ആസക്തി എന്ന് പറയുന്നത് നമുക്ക് ഇഹപരമായ ഏതെങ്കിലും കാര്യങ്ങളോടോ വ്യക്തികളോടോ മറ്റു വസ്തുക്കളോടോ ഉള്ള അതിയായ താല്പര്യത്തെയാണ് നാം ആസക്തി എന്ന് വിശേഷിപ്പിക്കുന്നത്. നമുക്ക് ബന്ധനം നമ്മൾ ആരും ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയല്ല. നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നാം ആരും ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയല്ല. പക്ഷേ ഈ ബന്ധനം നമുക്കിന്ന്, ക്രിസ്തുവിന്റെ മക്കളായ നമുക്കിന്ന് ബന്ധനം ഏതെങ്കിലും രീതിയിൽ ഉണ്ട് എങ്കിൽ അത് മനുഷ്യരുടെ ചിന്തയിൽ ഉടലെടുക്കുന്ന പലവിധമായ ആസക്തികളിൽ നിന്നും ഉണ്ടാകുന്നതാണ് ഈ ബന്ധനം എന്ന് മനസ്സിലാക്കണം. ബന്ധനം രണ്ട് രീതിയിൽ നമുക്ക് വിവരിക്കാൻ കഴിയും. ബന്ധനം എന്ന് പറയുന്നത് ഒന്ന് ശാരീരികമായ ബന്ധനം, അല്ലെ? നമ്മുടെ കൈകാലുകളെ പിടിച്ച് കെട്ടി വെച്ചിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ജയിലിൽ നമ്മൾ അറസ്റ്റിലായിരിക്കുമ്പോഴോ ഉണ്ടാകുന്ന ശാരീരികമായ ബന്ധനം എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് നടന്ന് നീങ്ങുവാൻ കഴിയാത്ത ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരവസ്ഥ. എന്നാൽ തിരുവചനം ഇന്ന് നമ്മോട് ചിന്തിക്കുവാനായി തന്നിരിക്കുന്നത് ശാരീരിക ബന്ധനത്തെ കുറിച്ചല്ല, മാനസിക ബന്ധനത്തെ കുറിച്ചാകുന്നു. ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ മക്കളും, എല്ലാ പേരും ഇന്ന് അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് മാനസിക ബന്ധനം എന്ന് പറയുന്ന ഒരവസ്ഥ. മാനസികമായി സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരവസ്ഥയാണ്, മനസ്സിന് സന്തോഷമില്ലാത്ത, മനസ്സിന് സമാധാനമില്ലാത്ത, മനസ്സിന് സ്വസ്ഥതയില്ലാത്ത, സ്വാതന്ത്ര്യമില്ലാതെ എന്തിൻ്റെയോ തടവറയിലായിരിക്കുന്ന ഒരവസ്ഥയാണ് മാനസിക ബന്ധനം എന്ന് നാം മനസ്സിലാക്കുന്നത്. ക്രൈസ്തവരായ നാം, ക്രിസ്തു യേശുവിന്റെ വചനത്തെ അറിയുന്ന നമുക്ക് ഇതിനെ ഇങ്ങനെയും വിവരിക്കാം. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പേ ക്രൂശിൽ സ്വാതന്ത്ര്യത്തെ അനുവദിച്ചു നൽകി. ആ സ്വാതന്ത്ര്യത്തെ ഏറ്റെടുക്കാൻ കഴിയാതിരിക്കുന്ന ഒരു അവസ്ഥയെയും നമുക്ക് മാനസിക ബന്ധനമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മാനസിക ബന്ധനം അല്ലെങ്കിൽ ബന്ധനത്തിന് കാരണമാകുന്നത് പലവിധമായ ആസക്തികളാണ്. ആസക്തികൾ എന്ന് പറയുന്നത് പരിധിയിൽ കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ തെറ്റായ ഒരു രീതിയിൽ നമുക്ക് എന്തിനോടാവട്ടെ അത് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ്. നാം ശരിയെന്ന് വിചാരിച്ച് ചെയ്യുന്ന പലതും ഈ ആസക്തികളിൽ പെടുന്നതാണെന്ന് തിരുവചന വേദഭാഗം നമുക്ക് മനസ്സിലാക്കി തരുന്നു. ബന്ധനത്തിൽ നിന്ന് മോചനം നമുക്ക് നേടണമെങ്കിൽ ആസക്തികളെ ശരിയായി നാം മനസ്സിലാക്കണം, ഈ ചിന്തകളെ ശരിയായി മനസ്സിലാക്കണം. അതിനായി നമ്മുടെ കർത്താവ് നമ്മെ എപ്രകാരം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടുന്നതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. നാം കാണുമ്പോൾ നമ്മുടെ പുറമേയുള്ള ശരീരമാണ് നമുക്ക് എല്ലാവർക്കും വ്യക്തമായി കാണുവാൻ സാധിക്കുന്നത്, അല്ലെ? എന്നാൽ ദൈവം നമ്മെ സൃഷ്ടിച്ചിരുന്നത് ഒരു ആത്മാവായാണ്. കർത്താവ് ആത്മാവാകുന്നു. നമ്മെ ആത്മാവായാണ് ദൈവം സൃഷ്ടിച്ചത്. നമുക്ക് ഈ ഭൂമിയിൽ താൽക്കാലികമായി നാം ജീവിക്കുന്ന ഒരു വീടാണ് നമ്മുടെ ഈ മർത്യ ശരീരം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ദേഹമുണ്ട്. ആ ദേഹത്തിൽ വസിക്കേണ്ടത് ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവം സൃഷ്ടിച്ച ആത്മാവാകുന്നു ദൈവം തന്നിരിക്കുന്ന ഈ ഭൂമിയിൽ താൽക്കാലികമായി നാം വസിക്കേണ്ട നമ്മുടെ ഭവനമാണ് നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത്. ഈ ശരീരം എപ്രകാരമുള്ള പ്രവൃത്തികൾ ചെയ്യണം എന്ന് ചിന്തിക്കാനും എന്ന്
തീരുമാനിക്കുന്നതും ചെയ്യുന്ന രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് ജഡം എന്ന് പറയുന്നതും ഒന്ന് ആത്മാവ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ നിന്നും വരുന്ന പ്രവൃത്തികൾക്കനുസരിച്ചാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒരുവന്റെ പ്രവൃത്തി അവനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ആത്മാവിൽ നിന്നും വരുന്നുവോ അതോ അവന്റെ ജഡത്തിന്റെ അഭിലാഷങ്ങൾക്കനുസരിച്ച് വരുന്നുവോ എന്ന് ഒരുവന്റെ പ്രവൃത്തിയിൽ നിന്നുമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നല്ല ചിന്തകളാണ് നല്ല പ്രവൃത്തികൾക്ക് അടിസ്ഥാനം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാം പ്രവർത്തിക്കുന്നതെല്ലാം നമ്മുടെ ചിന്തകൾക്ക് അടിസ്ഥാനമാക്കിയാണ്. ഉദാഹരണം, എനിക്കിപ്പോൾ അവിടെ നോക്കണം എന്നൊരു ആവശ്യം എനിക്ക് വന്നതിൽ നിന്നും എനിക്കൊരു ചിന്തയുണ്ടായി, എനിക്ക് അവിടെ നോക്കണമെന്ന്. ആ ചിന്ത അനുസരിച്ചാണ് എൻ്റെ കണ്ണുകൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇത് നിയന്ത്രിക്കുന്നത് നമ്മുടെ ശരീരത്തിനും ആത്മാവിനും ഇടയിലുള്ള ദേഹിയാണ്. സയൻസ് പരമായി പറയുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറാണ് ഇത് നിയന്ത്രിക്കുന്നത്. എപ്രകാരം നമ്മുടെ കൈകാലുകൾ പ്രവർത്തിക്കണം, നമ്മുടെ കണ്ണ് എപ്രകാരം പോകണം, നമ്മുടെ വായിൽ നിന്ന് എന്ത് വർത്തമാനം വരണം, നാം എണീക്കണമോ കിടക്കണമോ, എല്ലാ പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോറാകുന്നു. അപ്പോൾ ഈ തലച്ചോറിൽ ആത്മാവിന്റെ പ്രവൃത്തികൾ അല്ലെങ്കിൽ ആത്മാവിന്റെ ചിന്തകൾ നിറയ്ക്കേണ്ടത് വളരെ അനിവാര്യമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും ഇല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സ്വാതന്ത്ര്യം ലഭ്യമാകുന്നില്ല. നമുക്ക് സ്വാതന്ത്ര്യത്തെ അത് പിടിച്ചമർത്തി നാം ബന്ധനത്തിലാകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകുന്നു. നമുക്ക് ഏതാനും വേദവാക്യങ്ങളിലൂടെ നമുക്കത് ചിന്തിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഇപ്രകാരം പറയുന്നു: സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുവിൻ, അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ദൈവത്തിന് സ്തുതി. മനോഹരമായ ഒരു വചനം നമുക്കായി പ്രഭാതത്തിൽ കർത്താവ് തന്നിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കുന്നു എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി അതിൽ ഉറച്ചു നിൽക്കുവാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ആരാണ് അടിമ? ബന്ധനത്തിലാണ് അല്ലെ? അടിമകൾ എപ്പോഴും ബന്ധനത്തിലായിരിക്കുന്നു. അടുത്തൊരു വചനം കൂടെ ആർക്കെങ്കിലും വായിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിനെ അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന ഏക വാക്യത്തിൽ സകല ന്യായ പ്രമാണവും അടങ്ങിയിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്തിനായി വിളിക്കപ്പെട്ടവരാണ്? സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടവരാണ്. നാം അടിമ നുഖത്തിൽ ഇരുന്ന് പോവേണ്ടവരല്ല എന്നാണ് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ നാം എപ്രകാരമാണ് അടിമ നുഖത്തിലായി പോകുന്നത്? അവിടെ പറയുന്നു, നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം നാം ജഡത്തിന് അവസരമാക്കാതെ സ്നേഹത്തിൽ അന്യോന്യം ജീവിക്കുവാൻ നമ്മോട് പറയുന്നു. അപ്പൊ നാം ഈ സകല ന്യായ പ്രമാണവും ഈ സ്നേഹത്തിൽ, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന ഒറ്റ വചനത്തിൽ സകല ന്യായ പ്രമാണവും അടങ്ങിയിരിക്കുന്നു. അങ്ങനെ ആ ന്യായ പ്രമാണത്തിന് കീഴടങ്ങിയിരിക്കുന്നവൻ ജഡത്തിനനുസരിച്ച് ജീവിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ജഡത്തിനനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ നാം ഒരിക്കലും അടിമനുഖത്തിലായി പോകില്ല. അതാണ് നമുക്ക് വചനം പറഞ്ഞു തരുന്നത്. നാം ഒരിക്കലും ബന്ധനത്തിലായി പോകില്ല, മാനസികമായ പിരിമുറുക്കത്തിലായി പോവുകയില്ല. സ്വാതന്ത്ര്യമാണ് കർത്താവ് നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന നമ്മുടെ അവകാശം. അപ്പോൾ ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യവും ആത്മാവിന്റെ വരവും നമ്മിലുണ്ടെങ്കിൽ നമുക്ക് ജയജീവിതമാണ്. നമ്മുടെ ജീവിതം ഒരു ജയോത്സവമാണ്. ഏതൊക്കെയാണ് ആത്മാവിന്റെ വരങ്ങൾ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഇങ്ങനെ ഇരിക്കുന്നു ആത്മാവിന്റെ ഫലങ്ങൾ. ഈ ആത്മാവിന്റെ ഫലങ്ങൾ നമ്മിൽ നിറയുകയാണെങ്കിൽ നമുക്ക് ജയജീവിതമാണ് നമുക്ക് ക്രിസ്തു അനുവദിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലെന്നല്ല, നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക കോട്ടങ്ങൾ ഇല്ലെന്നല്ല,
നമ്മുടെ മക്കൾക്ക് രോഗങ്ങൾ ഇല്ലെന്നല്ല, നമ്മുടെ ഉപജീവന മാർഗത്തിൽ തടസ്സങ്ങൾ ഇല്ലെന്നല്ല. ഏത് തടസ്സം വന്നാലും, ചെങ്കടൽ നമ്മുടെ മുന്നിൽ വന്നാലും, എരിഹോ മതിലുകൾ നമ്മുടെ മുൻപിൽ പൊങ്ങി നിന്നാലും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാത്താൻ നമ്മുടെ മുൻപിൽ രോഗങ്ങൾ പോലെ ഇങ്ങനെ നമ്മെ കാണിച്ചാലും, നാം അതിൽ ഇന്ദ്രിയ ജയത്തോടു കൂടെ നാം അത് ജയിച്ച് കയറും എന്നാണ് കർത്താവ് നമുക്കിവിടെ കൂടെ മനസ്സിലാക്കി തരുന്നത്. അതാണ് കർത്താവ് നമുക്കായി അരുളി ചെയ്ത സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യത്തെ സ്വായത്തമാക്കാനാണ് കർത്താവ് തിരുവചനത്തെ നമുക്കായി തന്നിരിക്കുന്നത്. ഒരിക്കൽ കൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ, സകല ന്യായപ്രമാണവും സ്നേഹത്തിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു. നമ്മുടെ ഇന്ദ്രിയ ജയമാണ് ഈ ഭൂമിയിലെ സകല ആസക്തികളിൽ നിന്നും, തെറ്റായ ചിന്തകളിൽ നിന്നും, തെറ്റായ പ്രവൃത്തികളിൽ നിന്നും നമ്മെ മാറ്റി പിടിക്കുന്നതിന് നമുക്ക് ആവശ്യമായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വരം. ഇത് എപ്രകാരം നമുക്ക് സ്വായത്തമാക്കുവാൻ സാധിക്കുന്നു? സ്നേഹത്തിലൂടെ. ഒരുവന്റെ മനസ്സിൽ സ്നേഹമുണ്ടെങ്കിൽ, എല്ലാവരെയും കർത്താവ് സൃഷ്ടിച്ചതാണെന്നും എൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തി എന്നെ എപ്രകാരം എൻ്റെ കർത്താവ് സ്നേഹിച്ചുവോ, എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് എപ്രകാരം തൻ്റെ കൈകളിൽ ആണി അടിച്ചു കയറ്റുവാൻ സമ്മതിച്ചുവോ, അതുപോലെ എന്നെ എപ്രകാരം സ്നേഹിക്കുന്നുവോ അതുപോലെ എൻ്റെ മുൻപിലിരിക്കുന്ന വ്യക്തിയെയും ദൈവം സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവാണ്. അവിടെ നിന്നുമാണ് മാനുഷ്യ സ്നേഹം നമ്മിൽ ഉടലെടുക്കുന്നത്. ആ സ്നേഹം നമ്മിൽ വരികയാണെങ്കിൽ നമ്മിൽ സന്തോഷം താനേ വരുന്നു. എല്ലാത്തിനോടും ക്ഷമിക്കുവാനും, എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നുവെന്നും, ദൈവം നമുക്ക് എല്ലാവർക്കും വേണ്ടുന്ന നന്മകൾ പ്രദാനം ചെയ്യുന്നുവെന്നും, നമുക്ക് തക്ക സമയത്ത് നമുക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ കർത്താവ് തരുന്നു എന്നും നമുക്ക് ചിന്തിക്കുവാനുള്ള സമാധാനം ദൈവം നമുക്ക് അനുവദിക്കുന്നു. ഇതിന്റെ തുടക്കം സ്നേഹത്തിൽ നിന്നുമാണ്. സ്നേഹം സന്തോഷം കൊണ്ടുവരുന്നു. സ്നേഹവും സന്തോഷവും ഒരു മനസ്സിൽ സമാധാനം ലഭ്യമാക്കുന്നു. മല പോലെ പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴും അതിന് യാതൊരു ലാഭവും ഇല്ലാതെ സമാധാനത്തോടെ നേരിടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സ്നേഹവും സന്തോഷവും സമാധാനവും ഉള്ള ഒരു വ്യക്തിക്ക് ദീർഘമായി ക്ഷമിക്കുവാൻ സാധിക്കും. തൻ്റെ കൂട്ടുകാരൻ തന്നെ എങ്ങനെ ദ്രോഹിച്ചാലും, തൻ്റെ ശത്രുക്കൾ ആരായിരുന്നാലും, അവൻ തന്നോട് ചെയ്ത എന്ത് ദ്രോഹമാണെങ്കിലും തനിക്കത് പൂർണ്ണമായി ക്ഷമിക്കുവാനും മറക്കുവാനും സാധിക്കും. ദീർഘക്ഷമ ഉള്ള ഒരു വ്യക്തിക്ക് അവൻ ദയാലുവായിരിക്കും. വേദപുസ്തകത്തിൽ പല ഇടങ്ങളിലായി നമുക്ക് കർത്താവിന്റെ സ്വഭാവം, മനസ്സലിവ് കാണുവാൻ സാധിക്കും. കുഷ്ഠരോഗിയെ കൊണ്ട് മനസ്സലിഞ്ഞു എന്നാണ് പറയുന്നത്. ക്രിസ്തുയേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്നാണ് വചനം നമുക്ക് പറഞ്ഞു തന്നത്. കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇപ്രകാരമുള്ള വ്യക്തിയിൽ കർത്താവ് അനുവദിച്ച സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് സ്നേഹത്തിൽ നിന്നും സകല ന്യായപ്രമാണവും നമുക്ക് പാലിക്കുവാൻ സാധിക്കുന്നത്. ഇപ്പം ദീർഘമായി നമുക്ക് ദയ ഉണ്ടാകും, നമ്മൾ പരോപകാരം ചെയ്യും, നമ്മളുടെ ഇല്ലായ്മയിൽ കൂടെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുവാൻ നമുക്ക് അറിയാതെ നമ്മുടെ ഉള്ളിൽ തോന്നിപ്പോകും. ആ പരോപകാരവും നമ്മിൽ വരുമ്പോൾ കർത്താവ് നമുക്ക് തരുന്ന ദാനമാണ് വിശ്വസ്തത. ആ വിശ്വസ്തത നമ്മിൽ വരുമ്പോൾ നമ്മൾ സൗമ്യഭാവമുള്ളവരാകുന്നു. അതിൽ നിന്നും നമുക്ക് ഇന്ദ്രിയ ജയം ലഭ്യമാകുന്നു. ഇന്ദ്രിയ ജയം നമ്മിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, എത്തരത്തിലുള്ള ആസക്തികൾ നിങ്ങളെ എങ്ങനെ കടന്നു പിടിക്കാൻ നോക്കിയാലും നാം അടിമ നുഖത്തിലായി പോകാതെ വണ്ണം നമുക്ക് ഉറച്ചു നിൽക്കുവാൻ സാധിക്കും. അതാണ് ക്രിസ്തു ഗലാത്യ ലേഖനത്തിൽ, നിങ്ങൾ തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുകയാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് ഗലാത്യ ലേഖനത്തിൽ കാണുവാൻ സാധിക്കും. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തിനെ അതിന്റെ സകല രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് തുടങ്ങിയ വചനങ്ങൾ നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കും. അപ്രകാരം വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ലഗ്യോൻ ബാധിച്ച ആ മനുഷ്യൻ. നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ലഗ്യോൻ ഒരു 6000 ശുദ്ധാത്മാക്കളുടെ ഒരു വളരെ ശക്തിയേറിയ ഒരു കൂട്ടമാണ് ലഗ്യോൻ എന്ന് പറയുന്ന ഒരു ദുരാത്മാവിന്റെ കൂട്ടം. അപ്പം ഈ ദുരാത്മാവ് ബാധിച്ച ഈ മനുഷ്യൻ യേശുവിനെ കാണുന്നതിന് മുൻപ് വരെ അവൻ തന്റെ ശരീരത്തെ സ്വയം ആക്രമിച്ചും ഉപദ്രവിച്ചും അവൻ പർവ്വതങ്ങളിൽ അവനൊരു ബന്ധനസ്ഥനാണ് അല്ല, അവൻ കല്ലറകളിൽ മാത്രം അവൻ ജീവിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ ഒരു ശാരീരിക ബന്ധനം പോലും നമുക്ക് അവിടെ മനസ്സിലാക്കാം. അവൻ വേറെ ഒരിടം അവൻ പോകുന്നില്ല. എന്നാൽ ഇതൊരു ശാരീരിക ബന്ധനം മാത്രമല്ല. നമ്മളത് തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുകയാണ്.
നോക്കുകയാണെങ്കിൽ അവന്റെ ശരീരത്തിൽ നിന്ന് ആ ലഗ്യോൻ പുറപ്പെട്ടു പോയതിനു ശേഷം അവിടെ അവന് എന്ത് വന്നു എന്നാണ് വേദഭാഗം നാം ഇന്ന് വായിച്ചു കേട്ടത്. തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവന് സുബോധം വന്നു. 5-ാം അധ്യായം മർക്കോസിന്റെ സുവിശേഷം 5:15 ആ വാക്ക് അവിടെ നമുക്ക് വ്യക്തമായി കാണുക. അവന് സുബോധം വന്നു. അപ്പോൾ അവന് അശുദ്ധാത്മാവ് അവനെ എവിടെയാണ് ബാധിച്ചത്? അവന്റെ ബോധത്തെയാണ് അശുദ്ധാത്മാവ് അവിടെ ബാധിച്ചു വെച്ചിരുന്നത്. അവന്റെ ബോധ്യം അവന് മറഞ്ഞപ്പോൾ അവൻ സ്നേഹിക്കാൻ മറന്നുപോയി, സന്തോഷം അനുഭവിച്ചില്ല, സമാധാനമില്ല, അവൻ ആത്മാവിന്റെ ഫലങ്ങളൊന്നും അനുഭവിക്കാൻ കഴിയാതെ വരണം അവൻ വളരെ ബന്ധനസ്ഥനായിരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കർത്താവ് അവന്റെ ശരീരത്തിൽ അശുദ്ധാത്മാക്കളെ ശാസിച്ചു പുറത്താക്കിയപ്പോൾ അവന് ബോധം വന്നു, സുബോധം വന്നു. പ്രിയരെ, നാം നിത്യവും വചനത്തിലും കർത്താവിനോട് നിരന്തരം പ്രാർത്ഥനയിലും ഇടപെട്ടില്ലെങ്കിൽ ഈ ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്നവൻ നമ്മുടെ ബോധ്യത്തെയും നാം അറിയാതെ മറച്ചു കളയും. നമുക്കത് കാണുവാൻ സാധിക്കുകയില്ല. നാം അറിയാതെ നമ്മിൽ ജഡത്തിന്റെ അഭിലാഷങ്ങൾ കയറിക്കൊണ്ടേയിരിക്കും. ഈ കുഞ്ഞു മക്കൾക്കെല്ലാം നമ്മൾ വചനത്തെ എടുക്കുവാൻ നാം പറഞ്ഞു കൊടുക്കണം, വചനം വായിക്കുവാൻ, വചനത്തെ ചവച്ചരച്ച് കഴിക്കുവാൻ നാം അവരെ പഠിപ്പിക്കണം. 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളയിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം ആർക്കാണുള്ളത്? പരിശുദ്ധാത്മാവ്. കർത്താവിന്റെ ആത്മാവുള്ള മനസ്സുകളിൽ മാത്രമേ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയൂ എന്ന് തിരുവചനം വ്യക്തമായി പറഞ്ഞു തരുന്നു. അപ്പം ഈ സുബോധമാണ്, ഈ സ്വാതന്ത്ര്യമാണ് ലഗ്യോൻ ബാധിച്ച മനുഷ്യന് നഷ്ടമായിരുന്നത്. കർത്താവ് അവനെ ശാസിച്ചപ്പോൾ അവൻ ഈ സുബോധമാണ് തിരിച്ചു കിട്ടിയത്. എപ്രകാരമാണ് നമ്മുടെ മനസ്സുകളിൽ കർത്താവിനെ നാം സ്വീകരിക്കുന്നത്? കർത്താവ് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആത്മാവിൽ ഉള്ളയിടത്ത് മാത്രമേ സ്വാതന്ത്ര്യം ഉണ്ടാവുകയുള്ളൂ. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-17, നാം ദൈവത്തിന്റെ മന്ദിരം എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നാം നമ്മുടെ ശരീരം ദൈവത്തിന് വസിക്കേണ്ട ഇടമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവം ആരാണ്? ദൈവം ഒരു ആത്മാവാണ്. അപ്പോൾ നമ്മിൽ വസിക്കേണ്ട ആത്മാവ് ദൈവത്തിന്റെ ആത്മാവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എപ്രകാരമുള്ള ശരീരത്തിലാണ് ദൈവാത്മാവ് വസിക്കുക? ദാനിയേൽ പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നു. രാജാവിന്റെ ഭോജനം, വീഞ്ഞ്, മൃഷ്ടാന ഭോജനം, സ്വാദും രുചിയുമുള്ള ഭോജനം ദാനിയേലിന് വച്ച് നീട്ടിയപ്പോൾ ദാനിയേലും ശദ്രക്, മേശക്, അബേദ്നെഗോവും അത് കഴിച്ചില്ല. എന്തായിരിക്കാം കാരണം? തന്നെത്താൻ അവർ അശുദ്ധമാക്കിയില്ല എന്ന വചനം അതിൽ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നു. പ്രിയരെ, നാം ഇന്ന് നമ്മുടെ ശരീരങ്ങൾ ഭക്ഷണത്തിലൂടെ മാത്രമല്ല ഒരു വിധമായ മലിനതകൾക്കും കീഴ്പ്പെട്ടു കൊടുക്കാതെ നമ്മുടെ ശരീരത്തിൽ കർത്താവിന് വസിക്കുവാൻ യോഗ്യമാം വിധം നമ്മുടെ ശരീരത്തെ, മനസ്സിനെയും വിശുദ്ധിയോടെ സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ആ വേദവാക്യം നമുക്ക് പറഞ്ഞു തരുന്നത്. അവിടെ പച്ചവെള്ളവും ശാഖപദാർത്ഥങ്ങളും കഴിച്ച് ദാനിയേലും കൂട്ടരും മറ്റ് ലോകപരമായ ഭക്ഷണം കഴിച്ചവരെക്കാൾ വളരെ തേജസ്സുള്ളവരായി കണ്ടു എന്ന് നാം മനസ്സിലാക്കണം. അപ്പം ഇന്നത്തെ ഫുഡ് മെറ്റീരിയൽസ് നാം നോക്കുക, വളരെ ജങ്ക് ഫുഡ്സും വളരെ മണവും വളരെ സ്വാദേറിയതായ പലവിധമായ ആസക്തികൾ കൊണ്ടുവരുന്നതായ ആഹാര പദാർത്ഥങ്ങൾ നാം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം മലിനപ്പെടുന്നുണ്ടോ എന്ന് നാം മനസ്സിലാക്കുക. മലിനപ്പെടുന്നുണ്ടോ? ഉണ്ട്. തത്ഫലമായി നമുക്ക് പലവിധമായ രോഗങ്ങൾ നാം വരുന്നു. നാം ഒന്ന് ആലോചിക്കുക, ദൈവം വസിക്കുന്ന മറ്റ് ശരീരത്തിൽ എപ്രകാരമാണ് രോഗങ്ങൾ വസിക്കുന്നത്? അപ്പൊ നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ വരുമ്പോൾ നാം മനസ്സിലാക്കുക, നമ്മുടെ ശരീരത്തിൽ പലവിധമായ അശുദ്ധാത്മാക്കൾക്ക് കയറുവാൻ നാം പഴുതുണ്ടാക്കി കൊടുക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക. ഇത് വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഭക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇത് പറഞ്ഞു പോകുവാൻ സാധിക്കുന്നതല്ല. അശുദ്ധാത്മാക്കൾക്ക് അല്ലെങ്കിൽ മറ്റ് ദൈവത്തിന്റെ ആത്മാവിനെ നാം സ്വായത്തമാക്കുവാൻ നാം ശീലിക്കേണ്ടതായ ഒരുപാട് വചന പ്രമാണങ്ങൾ നമ്മുടെ വേദപുസ്തകത്തിൽ ലഭ്യമാണ്. അപ്പോൾ ഇത് ഒരു അടിസ്ഥാനമാണ്. ദാനിയേൽ എപ്രകാരം ദൈവത്തിന്റെ ആത്മാവിനെ സ്വായത്തമാക്കുവാൻ, ദൈവത്തിന്റെ ആത്മാവ് തന്നെ വിട്ട് പോകാതിരിക്കുവാൻ എപ്രകാരം പരിശ്രമിച്ചു
നിറച്ചു എന്നുള്ളതാണ് അവിടെ പറഞ്ഞു തരുന്നത്. ആസക്തി വളരെ കൂടുതലായിരുന്നിരിക്കാം. രാജാവിന്റെ ഭോജനം എത്ര സ്വാദേറിയതാണ്. ആസക്തികൾ ഇന്നത്തെ ലോകത്തിലും ആസക്തികൾ വളരെ കൂടുതലാണ് അല്ലെ. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രോഗങ്ങൾ വരുമ്പോൾ, നാം കടത്തിൽ പെടുമ്പോൾ, മറ്റുള്ളവർ നമ്മെ നിന്ദിക്കുമ്പോൾ അവരോട് പ്രതികരിക്കുവാനും അവരോട് നമുക്ക് കയറുവാനും കുടുംബജീവിതം മുറിച്ച് നമുക്ക് പുറത്തു പോകുവാനും വളരെയധികം ആസക്തികളും ടെംപ്റ്റേഷൻസും പ്രലോഭനങ്ങളും വളരെ മോശപ്പെട്ട ചിന്തകൾ ഇന്ന് മനുഷ്യന്റെ തലച്ചോറിൽ സാത്താൻ ഇങ്ങനെ നിറച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ പിടിച്ചു നിൽക്കുവാൻ വളരെ പ്രയാസമാണ്. എന്നാൽ ദാനിയേലിനെ പോലെ നാം ഈ വചനത്തിൽ, നാം നമ്മുടെ കർത്താവ് നമുക്ക് പറഞ്ഞിരിക്കുന്ന വേദവചനത്തിൽ നാം ഉറച്ചു നിൽക്കുകയാണ് എങ്കിൽ, നാം ഇവിടുത്തെ ഇഹലോകവാസം വെടിഞ്ഞ് നമ്മുടെ ആത്മാവ്, ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ശരീരമാകുന്ന ഈ താൽക്കാലിക ഭവനത്തെ വിട്ട് നാം അങ്ങ് കയറി ചെല്ലുമ്പോൾ കർത്താവ് നമ്മോട് പറയും, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ കയറി വാ. നമ്മോട് കർത്താവ് പറയും, ഞാൻ പറഞ്ഞു, നമ്മുടെ ആത്മാവിന്റെ ഫലം നാം ശീലിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ഒന്നാണ് വിശ്വസ്തത. അതില്ലാതെ നമുക്ക് ഇന്നത്തെ ലോകത്തിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കില്ല. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കൺമുന്നിൽ തന്നെ നമുക്ക് രോഗങ്ങൾ വരുന്നത് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ട്? വചനം ഇപ്രകാരം പറയുന്നു, അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പൈശാചികൻ. നിങ്ങൾക്കൊരു പ്രതിയോഗി ഉണ്ട്, ഈ ലോകത്തെ ഒരു പ്രതിയോഗി ഉണ്ട്. അത് വചനം മറച്ചു വെക്കുന്നില്ല. വേദവചനം കൃത്യമായി പഠിക്കുവാൻ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവനിങ്ങനെ ആരെ വിഴുങ്ങണം എന്നിങ്ങനെ ആലോചിച്ച് നടക്കും. അവൻ എല്ലാരെയും വിഴുങ്ങാൻ പറ്റില്ല. കർത്താവിന്റെ ആത്മാവുള്ളവരെ കൃത്യമായി അവന് വിഴുങ്ങുവാൻ സാധിക്കില്ല. യാക്കോബിന്റെ ലേഖനം 4:7 ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങിയിരിക്കുവിൻ, പിശാചിനോ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പിൻ, എങ്കിൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അവൻ എല്ലാവർക്കും തന്ത്രം വിടും, പക്ഷെ നമ്മൾ എതിർത്ത് നിൽക്കണം. നാം ദൈവത്തിന്റെ വചനത്തിന് കീഴടങ്ങിയിരിക്കണം. അങ്ങനെ അപ്രകാരം കീഴ്പ്പെടുന്ന ഒരു മനുഷ്യനുള്ള വാഗ്ദത്ത വചനം എന്താണ് അപ്രകാരം കീഴ്പ്പെട്ട് ജീവിക്കുന്ന മനുഷ്യനുള്ള വാഗ്ദത്ത വചനം? നാം ഇന്ന് വായിച്ചു കേട്ട സങ്കീർത്തനം 1, അവൻ ആചരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ തക്ക കാലത്ത് ഫലം കായ്ക്കുകയും ഇല വാടാതെയും ഇരിക്കും. എപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യൻ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ മാത്രം സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ. നാം ആഹാരം കഴിക്കേണ്ടുന്ന ആഹാരം പച്ചവെള്ളവും ശാഖപദാർത്ഥവും എന്ന് ദാനിയേൽ നമുക്ക് കാണിച്ചു തന്നപ്പോൾ, അതിനോടൊപ്പം ദാനിയേലിന്റെ 3 നേരത്തെ പ്രാർത്ഥന നമുക്ക് കാണിച്ചു തന്നപ്പോൾ, നാം അത് ഇന്നത്തെ ലോകത്തിൽ നാം അത് ചിന്തിക്കുകയാണെങ്കിൽ, കർത്താവ് നമുക്കായി നുറുക്കി നമുക്ക് നൽകിയ കർത്താവിന്റെ ശരീരവും രക്തവും കൃത്യമായി അതിന്റെ ഭക്തിയോടെ അതിനെ മനസ്സിലാക്കി നാം അത് സ്വീകരിക്കുകയും ഒപ്പം വചനം എന്ന ആഹാരം 3 നേരം നാം ചവച്ചരച്ച് കഴിക്കുകയാണ് എങ്കിൽ ഒരു പിശാചിനും നമ്മുടെ ആത്മാവിനെ, ദൈവത്തിന്റെ ആത്മാവിനെ നമ്മിൽ നിന്നും എടുത്തു കളയുവാൻ സാധ്യമല്ല. സങ്കീർത്തനക്കാരൻ പല പ്രാവശ്യം ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്നും എടുത്ത് കളയുകയും ചെയ്യരുതേ എന്ന് നാം നിരന്തരം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് വസിക്കുവാൻ ആഗ്രഹമുള്ളതാണ് നമ്മുടെ ശരീരം. നമ്മുടെ സുബോധം ഒരു നിമിഷം വചനത്തിൽ നിന്നും നാം മാറുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പെട്ടെന്ന് തന്നെ നാം പിശാചിന്റെ തന്ത്രങ്ങൾക്ക് നാം കീഴ്പ്പെട്ടു പോകും. നാം വഴുതി വീണ് പോകുവാൻ ഇടയായി പോകും. കർത്താവ് എന്തിൽ നിന്നെല്ലാം നമ്മെ സൂക്ഷിക്കുവാൻ പറഞ്ഞിരിക്കുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3 നാം ഇന്ന് വായിച്ചു കേട്ടതായ വേദഭാഗത്തിൽ ഇപ്രകാരം പറയുന്നു, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ജഡത്തിന്റെ ഒരു 16 പ്രവൃത്തികൾ ഗലാത്യ ലേഖനത്തിലും പറയുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം നാം വിട്ടു നിൽക്കണം. ഇതിലൂടെ എല്ലാം നമുക്ക് അശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ കയറുവാൻ നാം പഴുതു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നാം ഇന്നത്തെ കാഴ്ചകൾ ഒന്ന് നോക്കുക. TV തുറക്കുമ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾ മൊബൈൽ ഫോണിലും TV-യിലൂടെയും കാണുന്ന കാഴ്ചകൾ ആത്മാവിന്റെ കണ്ണ്, പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന്റെ കണ്ണ് ദർശിക്കേണ്ടുന്ന ഒരു കാഴ്ചയാണോ നമ്മുടെ മക്കളും നാമും ഇന്ന് ഈ ലോകത്തിൽ കാണുന്നത്, ദർശിക്കുന്നത്? നാം കേൾക്കുന്ന ഭാഷണങ്ങളെ നാം ഒന്ന് ഓർത്തു നോക്കുക. എന്തെല്ലാം ദുർഭാഷണങ്ങളാണ് നാം ഇന്ന് കേൾക്കുന്നത്. നമ്മുടെ വായ സംസാരിക്കുന്ന വർത്തമാനങ്ങളെ നാം തിരിച്ചൊന്ന് ശോധന ചെയ്യുക. കർത്താവിന് സ്തുതി പറയുന്ന ഈ നാവ് കൊണ്ട് നാം എന്തെല്ലാം അശുദ്ധിയാണ് നാം ദിനം പ്രതി സംസാരിക്കുന്നത് എന്ന് നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. ഒരു മനുഷ്യൻ തന്റെ
അത്രേ അവന്റെ വായ സംസാരിക്കുന്നതെന്ന് സുവിശേഷത്തിൽ കർത്താവ് നമ്മോട് പറയുന്നു. അപ്പം യേശു കർത്താവ് പറഞ്ഞത് അശുദ്ധി എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. അശുദ്ധി എന്താണ്? ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതാണ് അവനെ അശുദ്ധമാക്കുന്നത് എന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. ഇപ്രകാരം നമ്മെ തന്നെ അശുദ്ധമാകാതെ നാം സൂക്ഷിച്ച് പിടിച്ചു നിർത്തുകയാണ് എങ്കിൽ നാം ഒരിക്കലും മാനസികമായ ബന്ധനത്തിൽ അകന്നു പോവുകയില്ല, അകപ്പെട്ടു പോവുകയില്ല. നമ്മുടെ മുന്നിൽ ചെങ്കടൽ കാണും, നമ്മുടെ മുന്നിൽ യെരിഹോ മതിലുകൾ കൊണ്ടിട്ടേക്കാം, നമ്മുടെ മുന്നിൽ മല്ലന്മാരെ പിശാച് കൊണ്ട് കാണിച്ചേക്കാം. യേശുവിനെയും പിശാച് കാണിച്ചുവല്ലോ. യെരുശലേം ദേവാലയത്തെ കാണിച്ച്, നഗരത്തെ കാണിച്ചു. അവിടെ അടയാളങ്ങൾ കാണിക്കുവാൻ പിശാചിന് സാധ്യമാണ്. നമ്മുടെ മുന്നിൽ റിയൽ ആയിട്ടുള്ള സംഭവങ്ങളെ നമ്മുടെ ഫ്രണ്ടിൽ കാണിച്ചു തരും, നമ്മുടെ ഉള്ളം പതറുവാൻ. എന്നാൽ വചനം എന്തു പറഞ്ഞു? നിങ്ങൾ ഒന്നിനാലും വിചാരപ്പെടരുത്, സകലത്തിലും സ്തോത്രം ചെയ്യുവാൻ കർത്താവ് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ വചനങ്ങൾ ഓർമ്മ വരണമെങ്കിൽ നാം കൃത്യമായി ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കണം. പകൽ ഇത് നാം ധ്യാനിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ നാം ഇടത്തോട്ട് നീങ്ങണോ വലത്തോട്ട് നീങ്ങണോ, നാം എന്ത് പറയണം, നാം എവിടെ മിണ്ടാതെ ഇരിക്കണം, എങ്ങനെ നാം ക്ഷമിക്കണം, എങ്ങനെ നാം ജീവന്റെ കിരീടം അപ്രകാരം പ്രാപിക്കാമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കും. ഇന്ന് പ്രവേശനോത്സവമായിരിക്കുന്നുവല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് പലവിധമായ സംഘടനകളിലോട്ടും അവരെ നേതൃത്വം കൊടുക്കേണ്ടുന്ന ഭാരവാഹികളെയും സെക്രട്ടറി ഇന്ന് വായിച്ച് കേട്ടു. നിങ്ങളുടെ ബോധ്യത്തെ നിങ്ങൾ കർത്താവിന് സമർപ്പിക്കേണ്ട ഒരു സമയമാണിത്. നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നേതൃത്വം ഏൽക്കുന്നവരാണ് നിങ്ങൾ. കുഞ്ഞു മക്കളെക്കാൾ നമ്മുടെ ചിന്തകളെ നാം നിയന്ത്രിക്കേണ്ടുന്നതിൽ ഒരു വളരെ ആവശ്യകത ഇന്ന് പ്രസക്തമാണ്. ഈ ലോകമാകുന്ന നൈൽ നദിയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നതെന്ന് നിങ്ങൾ ഓർക്കുക. എന്താണ് ഈ നൈൽ നദി? പണ്ട് എബ്രായ സ്ത്രീകൾ തന്റെ കുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ വലിച്ചെറിഞ്ഞ് അവർ നശിച്ചു പോയപ്പോൾ ഒരമ്മ മാത്രം ഞാങ്ങണപ്പെട്ടകത്തിൽ കീൽ തേച്ച് ആ മോശക്കുഞ്ഞിനെ ഒഴുക്കി, അല്ലെ? എന്താണ് ഈ ഞാങ്ങണപ്പെട്ടവും കീലും? വചനമാകുന്ന ഞാങ്ങണപ്പെട്ടകത്തിൽ യേശുവിന്റെ രക്തമാകുന്ന മുദ്രയിട്ട് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ ലോകമാകുന്ന നൈൽ നദിയിലോട്ട് നാം വിടണം. ഇല്ല എങ്കിൽ മറ്റു കുഞ്ഞുങ്ങൾ ലോകമാകുന്ന നൈൽ നദിയിൽ നശിച്ചു പോയതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും നശിച്ചു പോകുവാൻ ഇടവരരുത്. അതിന് നമ്മുടെ ബോധത്തെ നാം ആദ്യം സൂക്ഷിക്കുക. നമ്മിലെ ആസക്തികളെ, അമിതമായ എന്ത് താല്പര്യമാകട്ടെ, നാം അതിനെ നിയന്ത്രിക്കുവാൻ പഠിക്കുക. നമ്മുടെ വായെ സൂക്ഷിക്കുവാൻ പഠിക്കുക. നമ്മുടെ കണ്ണുകളെ, നമ്മുടെ അവയവങ്ങളെ മരിപ്പിക്കുകയും എന്ന് ഇവിടെ നമുക്ക് കാണാം. ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കത്തക്കവണ്ണം നാം നമ്മെ തന്നെ ദൈവത്തിന് വിനയപ്പെടുത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ ചിന്തകളെ പുതുക്കുവാനും നമ്മൾ ദൈവാത്മാവ് നാൾക്ക് നാൾ രൂപാന്തരപ്പെടുവാനും ക്രിസ്തുവിന്റെ ശരീരത്തെയും രക്തത്തെയും നാൾക്ക് നാൾ നാം അതിൻ്റെതായ നിർമ്മലതയോടെ സ്വീകരിക്കുവാനും അങ്ങനെ മേൽക്കുമേൽ നമ്മുടെ ദേഹി ആത്മാവ് രൂപാന്തരം പ്രാപിച്ചു വരുവാനും ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ആമേൻ.